1201 കന്നിമാസത്തിലെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാൻ പ്രവചിക്കുന്നത്. അതായത് ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ ജ്യോതിഷ ഫലങ്ങളാണ്. 17/9/2025 മുതൽ 17/10/2025 വരെയുള്ള ഒരു മാസ കാലയളവിലെ ഫലങ്ങളാണ് പ്രവചിക്കുന്നത്. മുറിവ് എന്നിവ മൂലം കഷ്ടപ്പെടുന്നവർക്ക് അവർക്ക് വളരെയധികം ഏതെങ്കിലും രീതിയിൽ വീഴ്ച മൂലമോ ഓടിച്ചിൽ മൂലമോ ശരീരത്തിലുണ്ടായിട്ടുള്ള പുണ്ണോ അല്ലെങ്കിൽ കിടക്കയിൽ കിടന്ന് അധികകാലം കിടക്കയിൽ കിടന്നിട്ടുണ്ടായ പുണ്ണുകൾ അതും എല്ലാം ഈ മാസം ഭേദമായി തുടങ്ങുന്നതാണ്. അതുപോലെ പ്രമേഹം മൂലമുള്ള കാലിലൊക്കെ കയ്യിലൊക്കെ ഉണ്ടായിട്ടുള്ള മുറിവുകളും നിങ്ങൾക്ക് സുഖം പ്രാപിച്ച് വരുന്നതാണ്. രക്തസംബന്ധമായ രോഗത്താൽ കഷ്ടപ്പെടുന്നവർക്ക് രക്തത്തിൻ്റെ ഏതെങ്കിലും രീതിയിൽ അണുബാധ ഉണ്ടായിട്ട് അതിൻ്റെ രോഗങ്ങൾ മൂലം വളരെയധികം കഷ്ടപ്പെടുന്നവർക്കും ഈ മാസം മുതൽ യഥാർത്ഥ ചികിത്സ ലഭിച്ചു തുടങ്ങും. അതുമൂലം അവർക്ക് അസുഖങ്ങൾ ഭേദമാവുകയും ചെയ്യുന്നതാണ്. അതുപോലെ സർക്കാർ ജോലിക്കോ മറ്റു കമ്പനികളുടെ ജോലിക്കോ വേണ്ടി കാത്തിരിക്കുന്നവർക്കും തീർച്ചയായിട്ടും അവർക്ക് നിയമന ഉത്തരവ് ഈ മാസം ലഭിക്കുന്നതാണ്. ഏറെക്കാലത്തെ സ്വപ്നമായി ഒരു വീട് നിർമ്മിക്കണം, അല്ലെങ്കിൽ ഒരു വീട് ഉണ്ടാക്കണം, അല്ലെങ്കിൽ വീട് കെട്ടാൻ വേണ്ടി ഒരു സ്ഥലം വാങ്ങണമെന്നുള്ള ആഗ്രഹമുള്ളവർക്ക് ഈ മാസം തീർച്ചയായിട്ടും അവർക്കത് നടക്കുന്നതാണ്. അതുപോലെ പാർട്ടീഷൻ ചെയ്ത്, അതായത് വീട് ഭാഗം വെച്ച്, അതായത് കുടുംബസ്വത്ത് ഭാഗം വെച്ച് അതിനൊരു വിഹിതം പ്രതീക്ഷിച്ചിട്ട് വേറെ എവിടെയെങ്കിലും വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അത് ഈ മാസം നടക്കുന്നതാണ്. ഒരു സന്താനത്തിന് ലഭിക്കുവാനുള്ള സാധ്യതയും ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഉള്ള ദമ്പതിമാർക്ക് കാണുന്നുണ്ട്. അതുപോലെ ഏതു കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും ഏറെക്കുറെ നടന്നു കിട്ടുന്ന ഒരു നല്ലൊരു സമയം കൂടിയാണ്. ജോലിക്കാർക്ക് ആണെങ്കിൽ, ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ അവർക്ക് അധിക വേതനം ലഭിക്കുക, ഇതൊക്കെ എന്തെങ്കിലും രീതിയിലുള്ള കൂടുതൽ ശമ്പളങ്ങൾ, ബോണസ് പോലുള്ളതൊക്കെ ലഭിക്കേണ്ട സാധ്യത കാണുന്നുണ്ട്. അതുപോലെ പ്രമോഷൻ ലഭിക്കാം, അതുപോലെ ധനലാഭം പ്രതീക്ഷിക്കാം, ശത്രുശല്യം കുറയുന്നതായിട്ടും കാണുന്നുണ്ട്. ഇതുപോലെ ഗുണഫലങ്ങൾ ഏറെ ലഭിക്കുമെങ്കിലും അതുപോലെ തന്നെ ചില ഗ്രഹങ്ങളുടെ സഞ്ചാരം മോശ രാശികളിൽ കൂടി ആയിരുന്നതിനാൽ മോശഫലങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. ജന്മത്തിൽ ശനി, ഏഴര ശനിക്കാലമായതിനാൽ അതിൻ്റേതായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. ബന്ധുമിത്രാദികളോട് ദേഷ്യം, പക എന്നിവ ഉണ്ടാകേണ്ട സാധ്യതയുണ്ട്. പക്ഷെ അതൊന്നും നിങ്ങൾ പുറത്ത് കാണിച്ച് ബഹളം ഉണ്ടാക്കരുത്, അത് ദോഷം ചെയ്യും. അതുപോലെ തന്നെ ഉറ്റ ബന്ധുക്കളെല്ലാം അകന്നു പോകും. നിങ്ങളുടെ ആവശ്യമില്ലാത്ത സംസാരങ്ങൾ മൂലം ഇടന്നു അതൊന്നുള്ള സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ബന്ധുക്കളോ സുഹൃത്തുക്കളോ മരണപ്പെടുന്നതിനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് എന്നും സഹായിയായിരുന്ന ഒരു സുഹൃത്തോ ബന്ധുവോ മരണപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് ദുഃഖങ്ങളുണ്ടാകാം. അതുപോലെ തന്നെ അശ്രദ്ധ കാണിച്ചാൽ ധനനാശം സംഭവിക്കാനും സാധ്യത കാണുന്നു. അതുപോലെ വീഴ്ച മൂലം ഒടിവ്, ചതവ് എന്നിവ വരേണ്ട സാധ്യതയും കാണുന്നുണ്ട്. അത് വളരെ ശ്രദ്ധിക്കുക. ഒരിടത്തും ഒരു സുഖമില്ലാത്തൊരവസ്ഥ വരാൻ, അതായത് എവിടെ ചെന്നിരുന്നാലും ഒരിടത്തൊരു സുഖമില്ല, ഇവിടെ ചെന്നാൽ വേറെടുത്ത് ചെന്നാൽ അവിടെ സുഖം കിട്ടുമെന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ അവിടെയും ഒരു സുഖം കിട്ടില്ല. അപ്പോൾ അത് ഈ മാസം കഴിഞ്ഞാൽ മാറിക്കിട്ടും, നമുക്ക് പൂർണ്ണ സുഖം കിട്ടും. നല്ല ഗ്രഹങ്ങളുടെ ദശാസന്ധിയാണ് നടക്കുന്നതെങ്കിൽ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ മോശ ഗ്രഹങ്ങളുടെ ദശാസന്ധിയാണ് നടക്കുന്നതെങ്കിൽ മോശ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ഇതിനൊക്കെ നമ്മൾ ഒരു ജാതക പരിശോധന നടത്തേണ്ടത് ആവശ്യമാണ്. അത് നടത്തിയിരുന്നാൽ മാത്രമേ ദശാസന്ധികൾ ഏതാണെന്ന് കൃത്യമായി പറയുവാൻ സാധിക്കൂ. ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും മോശഗ്രഹങ്ങളുടെ ദശാസന്ധിയാണ് നടക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ മോശഗ്രഹങ്ങളുടെ ഗ്രഹപ്പാർച്ചയാണ് നടക്കുന്നതെങ്കിൽ മോശമായ ഫലങ്ങളായിരിക്കും പ്രതീക്ഷിക്കാവുന്നത്. എന്നാൽ ഒരു കുടുംബത്തിലെ എല്ലാവർക്കും നല്ല ഗ്രഹങ്ങളുടെ ദശാസന്ധിയോ നല്ല ഗ്രഹങ്ങളുടെ ഗ്രഹപ്പാർച്ച തീർച്ചയായിട്ടും ഗുണഫലങ്ങളേറെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു ജ്യോതിഷ പണ്ഡിതനെ കണ്ട് നിങ്ങളുടെ ജാതക പരിശോധന നടത്തുന്നത് നല്ലതായിരിക്കും. അദ്ദേഹത്തിൻ്റെ അഭിപ്രായപ്രകാരം പൂജ വല്ലതും വേണമെന്നുണ്ടെങ്കിൽ, അതായത് ആവശ്യമാണെങ്കിൽ അദ്ദേഹത്തിന് നിർദ്ദേശാനുസരണം ചെറിയ പൂജകൾ വല്ലതും ചെയ്യാവുന്നതാണ്. ജാതക പരിശോധനകൾ നടത്തിയാൽ അങ്ങനെയുള്ള ഗുണങ്ങൾ അറിയാൻ, ദോഷങ്ങളും ഗുണങ്ങളൊക്കെ അറിയുവാൻ സാധിക്കും. നിങ്ങൾക്ക് ജാതകപരമായോ മുഹൂർത്തപരമായോ പൂജാപരമായോ വാസ്തുപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ കന്നിമാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആയുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.